ഹായ് ഫ്രണ്ട്സ്, ലേക്ക്മാനാണ്. അപ്പോൾ അങ്ങനെ ഒരു വർഷത്തെ നമ്മുടെ കഠിന അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് യൂട്യൂബ് വരുമാനം എത്തിയിട്ടുണ്ട്. $1000 നമുക്ക് വരുമാനം കിട്ടിയിരിക്കുകയാണ്. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും കഴിഞ്ഞ് അതിൽ ആടൊക്കെ വന്ന് ചാനൽ മോണിറ്റൈസായി. പിന്നെ നമുക്കതിൽ നിന്നൊരു വരുമാനമൊക്കെ ഡോളറൊക്കെ കയറി തുടങ്ങുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ആ ഡോളറൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനലിൻ്റെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഞാൻ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ $1000 നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ അത് ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കണമെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ കുട്ടനാട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ ATM കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് എടുക്കണമെങ്കിൽ നമ്മൾ ടൗണിലേക്ക് തന്നെ പോകണം. ആലപ്പുഴ ടൗണിൽ പോയിട്ട് നമ്മൾ അത് ATM നിന്ന് പൈസ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാം. അങ്ങനെ നമ്മൾ ആലപ്പുഴയ്ക്ക് ഇന്ന് ബോട്ടിനാണ് പോകുന്നത്. ബോട്ടിന് ഡയറക്റ്റ് നമ്മൾ ആലപ്പുഴ ടൗണിൽ ചെന്നിറങ്ങാൻ പോവുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം യാത്ര ചെയ്താലാണ്, ബോട്ടിൽ യാത്ര ചെയ്താണ് ആലപ്പുഴയ്ക്ക് നമ്മൾ പോകാൻ പോകുന്നത്. നമുക്ക് പോകാനുള്ള ബോട്ടാണ് അതാണ്ടാ വരുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തു. നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് വേണാട്ടുകാടെന്നാണ്. അതിൻ്റെ ഷോർട്ടാണ് VKD ടു ആലപ്പി. 16 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 1.5 മണിക്കൂർ നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാം. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്രയിടയ്ക്ക് ചെറിയൊരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോകേണ്ട വഴിയിൽ കടകിൽ വന്ന് തിങ്ങി നിറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ബോട്ടിന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഇനി ഇത് വലിച്ച് മാറ്റാതെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതൊരു ചെറിയ പണിയിലായിരിക്കുകയാണ്. അതുപോലെ ആൾക്കാർക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് വള്ളം നിർത്തി അവർ വലിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ പുറകെ ഓരോ വള്ളങ്ങൾ ഇങ്ങനെ വന്ന് അവിടെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാതെ ആ കടകിൽ അങ്ങനെ വട്ടം കിടക്കുന്നുണ്ട്. പോകാൻ പറ്റാതെ ഓരോ വള്ളക്കാരും വന്ന് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിലേക്ക് വള്ളം കിടപ്പുണ്ട്. അങ്ങനെ ബോട്ടിലെ യാത്രക്കാരെല്ലാം നല്ല രീതിയിൽ ബുദ്ധിമുട്ടി. ഒരുപാട് സമയം നഷ്ടമാകുന്നുണ്ട് അവിടെ. ഇനി ആ കടകിൽ മുറിച്ച് കളയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആരൊക്കെ വെള്ളത്തിലിറങ്ങി കടകിൽ മുറിച്ച് മാറ്റുന്നുണ്ട്, തള്ളി മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 1/2 മണിക്കൂറിന് ശേഷം ആ കടകളെല്ലാം തള്ളി മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ബോട്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് വെറും 16 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ആലപ്പുഴയ്ക്ക് 1.5 മണിക്കൂറോളം യാത്ര ചെയ്ത് ഈ കുട്ടനാടിൻ്റെ അത്യാവശ്യം നല്ല വ്യൂസും എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്ത് യാത്ര ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ വേമ്പനാട്ട് കായലിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്ത് പോകുന്നത്. അങ്ങനെ നമ്മൾ പുന്നമട കായലിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഫ്രണ്ട്സ്, ആലപ്പുഴ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരുന്ന ബോട്ടിൽ ഇന്ധനം നിറയ്ക്കാനുള്ളത് കൊണ്ട് തന്നെ അവിടെ കിടന്ന മറ്റൊരു ബോട്ടിലേക്ക് നമ്മളെല്ലാം കയറ്റിയിട്ട് ഇപ്പം ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്.
അങ്ങനെ നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ യാത്ര എന്ന് പറയുന്നത് ഇതിപ്പോൾ 2 മണിക്കൂർ സമയമെങ്കിലും എടുത്തിട്ടുണ്ട് നമ്മൾ ആലപ്പുഴ വരെ എത്താൻ. കാരണം ഇടയ്ക്ക് നമ്മൾ ബ്ലോക്കായി പോയി ആ കടകളൊക്കെ കിടന്നുകൊണ്ട്. ആലപ്പുഴ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും ഫസ്റ്റിൽ മീറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരാളുണ്ട്. ഒരു ഹൗസ് ബോട്ട് മുതലാളിയാണ്. ഭയങ്കര തിരക്കുള്ളൊരു മനുഷ്യനാണ്. നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്, ബെന്നിച്ചേട്ടൻ എന്ന് പറയും. അപ്പോൾ പുള്ളി ഇപ്പോൾ ഇവിടെ വരും. പറയേണ്ട താമസം നമ്മുടെ ബെന്നിച്ചേട്ടൻ സ്പോട്ടിൽ തന്നെ ഉണ്ട്, വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. ആൾ ഒരു ഹൗസ് ബോട്ട് മുതലാളി മാത്രമല്ല, പുള്ളി ഒരു ആർട്ടിസ്റ്റും കൂടാണ്. നമ്മുടെ 2ാമത്തെ ചാനലിലെ വെബ് സീരീസിലെ ഒരു പ്രധാന റോൾ ചെയ്യുന്ന ആളാണ് ബെന്നിച്ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ ഈ വെബ് സീരീസിൻ്റെ എല്ലാ ചർച്ചകളും നടത്തുന്ന നമ്മളൊരു കോഫി ഷോപ്പുണ്ട്, അശോക ബേക്കറി. അവിടുന്ന് 2 ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണെങ്കിലും ബെന്നിച്ചേട്ടൻ ഭയങ്കര തിരക്കിലാണ്. കാരണം ഹൗസ് ബോട്ടിലുള്ളതുകൊണ്ട് ഗസ്റ്റൊക്കെ വരാനുണ്ട്, അവരെയൊക്കെ കയറ്റി വിടണം. അതുകൊണ്ട് തന്നെ പുള്ളി ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ പുള്ളിനെ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. പുള്ളി തിരക്കെല്ലാം കഴിഞ്ഞിട്ട് പോയി ക്യാഷ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുള്ളിയുടെ ഹൗസ് ബോട്ടിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. നിങ്ങൾ പുള്ളിയുടെ ബോട്ടൊന്ന് കാണിച്ചു തരാം. അടിപൊളി ബോട്ടാണ്. അതിൻ്റെ കൂടെ നമ്മുടെ നമ്പരും കൂടി കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഹൗസ് ബോട്ട് ആലപ്പുഴ വന്നിട്ട് ഹൗസ് ബോട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളി ബോട്ടാണ്. അതിൻ്റെ വിഷ്വലിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരെ നമുക്ക് ഹൗസ് ബോട്ടിൻ്റെ അടുത്തോട്ട് പോകാം. ഇന്നാളത്തെ സ്ഥലത്ത് നിന്നാണ് ചുമന്നുകൊണ്ടിരുന്നത്. എന്താ ഇന്നാളത്തെ സ്ഥലത്ത് ചുമക്കണോ? ഇന്നാളെടുത്ത് അവിടെ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ബെന്നിച്ചേട്ടൻ്റെ ഹൗസ് ബോട്ട്. ഡബിൾ റൂം വരുന്ന എ സി വരുന്ന ഒരു പ്രീമിയം ഹൗസ് ബോട്ടാണ്. അപ്പോൾ അതിൽ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർ, ആലപ്പുഴ വരുന്നവർ, നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിക്കുക. നല്ല റേറ്റിൽ നമുക്ക് ഹൗസ് ബോട്ട് നിങ്ങൾക്ക് അറേഞ്ച് തരാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ആലപ്പുഴ എത്തിയപ്പോൾ നമ്മുടെ ആലപ്പുഴയുള്ള എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു പരിചയക്കാരൻ സുഹൃത്ത് നമ്മുടെ ഒരു ചേട്ടനാണ്. പുള്ളി ഒന്ന് പരിചയപ്പെടുക. ഹർമോൻ ചേട്ടൻ. അപ്പോൾ ചേട്ടൻ്റെ കടയാണിത്, ചേട്ടൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. നമ്മളൊരു ആർട്ടിസ്റ്റും കൂടാണ്, നമ്മുടെ വെബ് സീരീസിലെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റും കൂടാണ്. ഹർമോൻ ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അത്ഭുതദ്വീപ്, ഓർഡിനറി അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുള്ള ആൾ നമ്മുടെ നമുക്കോടൊപ്പം ഒരു പടം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഹർമോൻ ചേട്ടനെ കണ്ട സന്തോഷത്തിൽ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ ATMിലേക്കാണ് പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബാങ്കിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം നമ്മളിത് ATMിൽ എടുക്കാൻ പോകുന്നത്.
ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വരുമാനം നമുക്ക് കയ്യിലേക്ക് കിട്ടിയിരിക്കുകയാണ് ക്യാഷായിട്ട്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.